Hello students, in this session I will be covering Annamalai University's Bachelor of Commerce first year subject Management Principles. I will be covering lesson 6, Steps in Planning. Steps in Planning. Okay. ഈ ലെസൺ 6-ൽ എന്തൊക്കെയാണ് സ്റ്റെപ്സ് ഉള്ളത്? സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിനെ സംബന്ധിച്ചോളം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആദ്യം മുതൽ അവസാനം വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആസ് പാർട്ട് ഓഫ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്ലാനിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പ്ലാനിങ് ഈസ് എ പ്രോസസ് വിച്ച് എംബ്രേസസ് എ നമ്പർ ഓഫ് സ്റ്റെപ്സ്. പല സ്റ്റെപ്സുകളിലൂടെയാണ് പ്ലാനിങ് നടത്തുന്നത്. ആൻഡ് പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾസോ. ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. പ്ലാനിങ് ചെയ്തില്ല എങ്കിൽ ബാക്കി പുറകെ വരുന്ന കാര്യങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ ആദ്യത്തെ സ്റ്റെപ്പ് 1-ൽ പ്ലാനിങ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ പ്ലാനിങ് ഉള്ളതെന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും കൂടിയാണ് ചെയ്തത്. അത് പ്രോപ്പറായിട്ട് ചെയ്തില്ല എങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന കാര്യങ്ങൾ ഓൺ എ ഡേ ടു ഡേ ബേസിസ് നടത്തേണ്ട ആക്ടിവിറ്റീസ്, ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന റിസോഴ്സുകൾ, ഇതെല്ലാം വേസ്റ്റായിട്ട് പോകും. ഓക്കെ, അപ്പോൾ അത് വേസ്റ്റായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ പ്ലാനിങ്ങിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്ലാനിങ്. ആദ്യത്തെ സ്റ്റെപ്പ് എസ്റ്റാബ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഉദ്ദേശ ലക്ഷ്യം, എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്? വെറുതെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ പോരാ, എന്തെങ്കിലും ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് വേണം. അപ്പോൾ ഏത് ഓർഗനൈസേഷനും, എസ്പെഷ്യലി ബിസിനസ് ഓർഗനൈസേഷൻ, അതായത് അങ്ങനത്തെ ഈ കൊമേഴ്ഷ്യലായിട്ട് പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുകയോ അത് സെയിൽ നടത്തുകയോ അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നതുമുള്ള ബിസിനസ് ഓർഗനൈസേഷൻ എല്ലാവർക്കും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഇന്ന കാര്യങ്ങളാണ് നമുക്ക് ചെയ്ത് നേടേണ്ടത് എന്നുള്ളത്. ഫൈനൽ ഒബ്ജക്റ്റീവ് എന്തായാലും പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നായിരിക്കും, അതും ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ അതേ ഉദ്ദേശത്തോടുകൂടിയാണ് കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അത് ആദ്യമേ തീരുമാനിച്ചു വെക്കും എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. അതാണ് എസ്റ്റാബ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്ലാനിങ് പ്രിമൈസസ്. എന്തൊക്കെ, ആരൊക്കെ, എപ്പോഴൊക്കെ, എങ്ങനെയൊക്കെ ആണ് ചെയ്യേണ്ടതെന്നുള്ള, ആരൊക്കെ പ്ലാൻ ചെയ്യണം, എവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, എന്തൊക്കെ മീറ്റിംഗ് നടക്കണം, എപ്പോഴൊക്കെ മീറ്റിംഗ് നടക്കണം, പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് ഒരു തീരുമാനം ആദ്യമേ കൈക്കൊള്ളും. ഇന്ന കാര്യങ്ങളൊക്കെയാണ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടത് എന്ന്, ആരൊക്കെയാണ് ആ പ്ലാനിങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളിൽ ആദ്യമായിട്ടൊരു തീരുമാനം ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്താണ് പ്ലാനിങ്, ബാക്കിയുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, ഡിറ്റർമിനിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിന് സംബന്ധിച്ചോളം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, ഈ തടസ്സങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ ആ പ്ലാൻ ചെയ്ത ഒരു കാര്യം, പ്ലാൻ ചെയ്യാൻ പോകുന്ന കാര്യം നടക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോ എന്ന് കൂടി നോക്കും പ്ലാനിങ്ങിൽ. ഓക്കെ, അപ്പോൾ പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്തു വരുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് തടസ്സങ്ങൾ മാറ്റാനുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ആ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യും. ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഇനി വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എത്രമാത്രം നല്ല കാര്യങ്ങളാണ് എന്നും കൂടി നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമായിട്ട് തട്ടിച്ചു നോക്കണം. അത് ചെയ്യാൻ പറ്റുമോ, അതിന് വേണ്ടി പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടക്കുമോ, വേറെ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് എന്നും കൂടി നമ്മൾ അത് നോക്കുന്നു. ഓക്കെ, പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട്. സെലക്ടിങ് എ കോഴ്സ് ഓഫ് ആക്ഷൻ. എന്നിട്ട് അതിൽ നിന്ന് ഒരു നല്ലൊരു ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പല ഓപ്ഷൻസ് നമ്മൾ നോക്കും, കാര്യങ്ങൾ ചർച്ച ചെയ്യും, അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ട്
നമുക്ക് പ്ലാനിങ്ങിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ആക്ഷൻ, അതായത് കാര്യങ്ങൾ ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണ് പ്ലാനിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ. ഫോർമുലേറ്റീവ് ഡെറിവേറ്റീവ് പ്ലാൻസ്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ സൈഡായിട്ട് ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമേ ആ മെയിനായിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ കാരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ എറണാകുളത്ത് നിന്ന് ചെന്നൈയിലേക്ക് ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർക്ക് ട്രാവൽ ചെയ്യണം എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർക്ക് ട്രാവൽ ചെയ്യണം എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈക്ക് ട്രാവൽ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രം മതിയോ? പോരാ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യണം, ആരൊക്കെ പോകുന്നുണ്ടെന്ന് തീരുമാനിക്കണം, അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം അതെങ്ങനെ പോകണം എന്ന് തീരുമാനിക്കണം, പ്രായമുള്ളവരുണ്ടോ അവർക്ക് വേണ്ടി എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്ന് തീരുമാനിക്കണം. അങ്ങനെ പല 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 കാര്യങ്ങൾ. പൈസ അവിടെ നിന്ന് കിട്ടും, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പൈസ എവിടെ നിന്ന് ഉണ്ടാവും, ബാക്കിയുള്ള ചിലവുകൾക്ക് എങ്ങനെ ഉണ്ടാവും, ഇതെല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കണം. അപ്പോൾ വെറുതെ പ്ലാൻ ചെയ്ത എന്ന് പറയുന്നത് ഒരു കാര്യം മാത്രമല്ല, അതിനോട് അനുബന്ധിച്ച് പല പല കാര്യങ്ങളും കൂടെ ചേർന്നതാണ്. അതാണ് ഡെറിവേറ്റീവ് പ്ലാൻസും കൂടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി പ്ലാൻ ചെയ്യണം. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്ലാൻ ചെയ്താൽ പോരാ, ബാക്കിയുള്ള കാര്യങ്ങൾക്കും കൂടി നമുക്ക് പ്ലാനിങ് ആവശ്യമാണ്. ഓക്കെ. എസ്റ്റാബ്ലിഷിംഗ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. നമ്മളൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പല പല സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്. പ്ലാനിങ് പോലെ തന്നെ സ്റ്റെപ്പ് 1 ഉണ്ട്, സ്റ്റെപ്പ് 2 ഉണ്ട്, സ്റ്റെപ്പ് 3 ഉണ്ട്, സ്റ്റെപ്പ് 4 ഉണ്ട്, സ്റ്റെപ്പ് 5. പ്ലാനിങ്ങിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ തന്നെ അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം ചെയ്യണം, ആ കാര്യത്തിന് വേണ്ടി പിന്നെ 2 ചെയ്യണം, 3 ചെയ്യണം, 4 ചെയ്യണം, 5 ചെയ്യണം. അപ്പോൾ ഇതെല്ലാം 1 2 3 4 5 6 എന്ന് പറഞ്ഞാൽ ആ ഓർഡറിൽ തന്നെ പോകണം. 1 കഴിഞ്ഞിട്ട് 3 ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞിട്ട് 5 ചെയ്യുക, പിന്നെ 2 ചെയ്യുക, പിന്നെ 4 ചെയ്യുക. അങ്ങനെ പറ്റില്ല. അത് എന്താണ് ഓർഡർ, അത് ഓർഡർ കറക്റ്റായിട്ട് ഓർഡർ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യുകയും രണ്ടാമത് ചെയ്യേണ്ട കാര്യം രണ്ടാമത് ചെയ്യുകയും അങ്ങനെ ആ ഓർഡറായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. എന്നാലേ ആ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അടുത്ത പോയിന്റ്, അത് ലാസ്റ്റ് പോയിന്റ്, ഫീഡ്ബാക്ക് ഓർ ഫോളോ അപ്പ് ആക്ഷൻ. നമ്മൾ പ്ലാൻ ചെയ്തു, പക്ഷേ അത് നടത്തിക്കൊണ്ട് വരുമ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ ആ പ്ലാൻ ചെയ്യുന്ന ആളുകൾ അത് വേണ്ട സമയത്ത് എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിട്ട് നമ്മൾ സംസാരിച്ച് പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും വേരിയേഷൻസ് ആവശ്യമുണ്ടോ, ചേഞ്ചസ് ആവശ്യമുണ്ടോ, എന്തൊക്കെയാണ് ചേഞ്ചസ് ആവശ്യമുള്ളത്, പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് റിസോഴ്സസ് ആവശ്യം വരുമോ, സമയം കൂടുതൽ വേണ്ടി വരുമോ, അത് സമയം കുറച്ച് മതിയോ, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടോ എന്ന് എല്ലാം ഒന്ന് നമ്മൾ ഫീഡ്ബാക്ക്, അതായത് ഒരു കമൻറ്റ് അത് ചെയ്യുന്ന ആളുകളുടെ അടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയുമാണ് നമ്മൾ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്ങിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാം, വാട്ട് യു മീൻ ബൈ പ്ലാനിങ്, വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്ലാനിങ്. അപ്പോൾ മുമ്പത്തെ ചാപ്റ്ററിൽ നിന്നും ലെസൺ 5 നിന്നും ഈ ലെസൺ 6 നിന്നും കോമൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയി. ഓക്കെ. അപ്പോൾ ഇല്ലെങ്കിൽ വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്ലാനിങ് എന്ന് പറഞ്ഞ് 8 മാർക്കിൻ്റെ അത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇത് ലേ ഔട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, മാർക്സിൻ്റെ ലേ ഔട്ട് എങ്ങനെയാണെന്ന് ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും അതനുസരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ. വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്ലാനിങ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ ഷോർട്ട് ആൻസർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. what do you mean by establishing objectives in planning എന്ന് പറഞ്ഞ ഷോർട്ട് ആൻസർ ചോദിക്കാം. ഓക്കെ. ഇനി ബാക്കിയുള്ള ഓരോ പോയിന്റിൽ നിന്ന് നമുക്ക് ചോദിക്കാം, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫീഡ്ബാക്ക് ഇൻ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്ലാനിങ്, അങ്ങനെയും ചോദിക്കാം. അങ്ങനെ പല ക്വസ്റ്റ്യൻസിൽ നിന്ന് ഷോർട്ട് ആൻസറും എസ്എ ക്വസ്റ്റ്യനും ഇതിൽ നിന്ന് ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത ടോപ്പിക് എന്നുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ഫംഗ്ഷൻ. നിങ്ങൾക്കറിയാം, പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. അത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിത്തൗട്ട് പ്ലാനിങ് നത്തിങ് ക്യാൻ ബി ഡൺ ഇൻ ആൻ ഓർഗനൈസേഷൻ. അല്ലെങ്കിൽ പ്ലാനിങ് ഇല്ലാതെ എന്തെങ്കിലും ചെയ്താൽ
അത് ചിലപ്പോൾ ഒരു വലിയ തിരിച്ചടിയായിട്ട് തീർന്നേക്കാം ആ ഓർഗനൈസേഷനിൽ. ഓക്കെ, പ്രോപ്പറായിട്ട് പ്ലാനിങ് ചെയ്യണം, എന്ത് ചെറുതോ വലുതോ ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം വളരെയധികം റിസോഴ്സുകൾ അല്ലെങ്കിൽ റിസോഴ്സസുകൾ എന്തെങ്കിലും ആക്ടിവിറ്റി, ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻപുട്സ് ആയിട്ട് കൊടുക്കുന്നതാണ് ആ പ്രോസസ്സിലേക്ക്. അപ്പോൾ അത് ആ റിസോഴ്സുകൾ ഒരു ഓർഗനൈസേഷൻ ഒരിക്കലും, അത് മണി ഇൻവോൾവ് ആയതുകൊണ്ട് ഒരിക്കലും അത് വേസ്റ്റ് ആക്കി കളയാൻ സാധിക്കില്ല. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻസ്, പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുകയില്ല. ഓക്കെ, ഇനി എന്താണ് ഇമ്പോർട്ടൻസ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. പ്രൊവൈഡ്സ് ഡയറക്ഷൻ. പ്ലാനിങ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് എങ്ങോട്ടാണ് നമുക്ക് എത്തേണ്ടതെന്ന് അറിയാൻ പറ്റും. നമ്മൾ എക്സാമ്പിൾ പറയാം, നമ്മുടെ സ്വന്തം സിറ്റുവേഷനിലെ എക്സാമ്പിൾ എന്താ പറയുക, നമ്മൾ ഇവിടുന്ന് ചെന്നൈക്ക് പോകണം, കാറിലാണ് പോണത്, റൂട്ട് അറിയണ്ടേ, കാറിലാണ് പോണതെന്ന് പറഞ്ഞിട്ട് റൂട്ട് അറിയണ്ടേ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു കറക്റ്റായിട്ട് റൂട്ട് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഒരു GPS എന്ന് പറഞ്ഞ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു മെഷീൻ നമ്മുടെ വണ്ടിയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലുണ്ടെങ്കിൽ, നമുക്ക് ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഡയറക്ഷൻ കിട്ടും, ആ ഡയറക്ഷനിലൂടെ പോയാൽ മതി. അപ്പോൾ പ്ലാനിങ് ആണ് ഇതിന് കറക്റ്റായിട്ട് ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത്. പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ടു അനലൈസ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നേരത്തെ പറഞ്ഞു, ഒരു പ്ലാനിങ്ങിൽ എന്തെങ്കിലും ചെറിയ ഡീവിയേഷൻസോ എന്തെങ്കിലും എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, ആ തടസ്സങ്ങൾ എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. റെഡ്യൂസസ് അൺസർട്ടനിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അൺസർട്ടനിറ്റീസ് ഒഴിവാക്കാം. ഓക്കെ, കാരണം പ്ലാനിങ് ഉണ്ടെങ്കിൽ ആ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഓരോ ദിവസത്തെയും ഓരോ സമയത്തും ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അതനുസരിച്ച് ചെയ്താൽ മാത്രമേ. അപ്പോൾ അൺസർട്ടനിറ്റി, ഒരു നിശ്ചയമില്ലായ്മ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മിനിമൈസസ് ഇമ്പൾസീവ് ആൻഡ് ആർബിട്രറി ഡിസിഷൻസ്. ഇമ്പൾസീവായിട്ട് പെട്ടെന്ന് എടുക്കേണ്ട ഡിസിഷൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആർബിട്രറി, ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ. കാരണം പ്ലാനിങ് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്, പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളാണ് ഇരുന്ന് പ്ലാനിങ് ചെയ്യണം, ഒരാളല്ല പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് കണ്ട് തീരുമാനിച്ച കാര്യങ്ങളിൽ സാധാരണഗതിയിൽ തെറ്റ് വരാൻ സാധ്യതയില്ല. അപ്പോൾ പെട്ടെന്ന് പല കാര്യങ്ങൾക്കും തീരുമാനം എടുക്കേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കുറയ്ക്കാൻ പറ്റും, കഴിയുന്നതും കുറയ്ക്കാൻ നമുക്ക് പറ്റും. വരില്ല എന്നല്ല പറയുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഓൺ ദി സ്പോട്ടിൽ എടുക്കേണ്ടി വരും, പക്ഷേ തെറ്റായ തീരുമാനങ്ങളിൽ എടുക്കേണ്ടി വരില്ല അഡ്വാൻസ് ആയിട്ട് പ്ലാനിങ് ചെയ്തു കഴിഞ്ഞാൽ. അടുത്തത് കിങ് പിങ് ഫംഗ്ഷൻ. കിങ് പിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പുമാണ്, വളരെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുമാണ്. ഓക്കെ, റിസോഴ്സ് അലോക്കേഷൻ. ഇത് വളരെ തവണ ഞാൻ പറഞ്ഞതാണ്. പ്ലാനിങ് സ്റ്റേജിൽ എത്രമാത്രം റിസോഴ്സുകൾ ഓരോരോ ആക്ടിവിറ്റീസിലും ഏതൊക്കെ റിസോഴ്സുകൾ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ആവശ്യമുണ്ട് എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. റിസോഴ്സുകൾ എന്തൊക്കെയാണ്? ഹ്യൂമൻ റിസോഴ്സുകൾ ആവശ്യമുണ്ട്, അതായത് വർക്കേഴ്സ്, എംപ്ലോയീസ്, പലതരത്തിലുള്ള അൺസ്കിൽഡ്, സെമി സ്കിൽഡ്, സ്കിൽഡ്, അതായത് ഫുള്ളി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ആവശ്യമുണ്ട്. ഫിനാൻഷ്യൽ റിസോഴ്സസ്, അതായത് ബാങ്ക് ആണോ, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഓർഗനൈസേഷൻ ലിമിറ്റഡ് ആയിട്ടുള്ളതായിരിക്കും മണി റിസോഴ്സസ്, അത് അഡീഷണൽ ആയിട്ട് കണ്ടെത്താൻ സാധിക്കും, അത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാം. പിന്നെ മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ്സ്, ആ വേറെ അസറ്റുകൾ, ഇതെല്ലാം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് മാത്രമേ അത് ഓരോരോ ആക്ടിവിറ്റീസിന് വേണ്ടി നമുക്ക്, അല്ലെങ്കിൽ ഓരോരോ പ്രോസസ്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റിസോഴ്സ് യൂസ് എഫിഷ്യൻസി. ഓക്കെ, റിസോഴ്സുകൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ആവശ്യം വേണ്ടത് മാത്രം യൂസ് ചെയ്താൽ, അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എഫിഷ്യൻ്റായിട്ട് നമുക്ക് ആ ഓരോരോ സ്റ്റെപ്പിലും ഓരോരോ ആക്ടിവിറ്റിയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കെന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന് യൂസ് ചെയ്യാൻ പറ്റും. അഡാപ്റ്റീവ് റെസ്പോൺസസ്. അഡാപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ സാഹചര്യം അനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ മാറ്റാനോ വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനും ഒക്കെ സാധിക്കും. കാരണം ഓൾറെഡി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി കണ്ട് എക്സ്പേർട്സ് തീരുമാനിച്ച് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അഡാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് വരുത്തുക. ഓക്കെ, സാഹചര്യം അനുസരിച്ച് ചേഞ്ചസ് വരുത്താൻ, അഡാപ്റ്റ് ചെയ്യാൻ, തീരുമാനങ്ങൾ എടുക്കാൻ, കൈകാര്യം ചെയ്യാൻ എല്ലാം സാധിക്കും.
ആന്റിസിപ്പേറ്റീവ് ആക്ഷൻ. ആന്റിസിപ്പേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും നാളെ എന്താണ് നടക്കാൻ പോകുന്നത്, നമ്മൾ ചെയ്യാൻ പറ്റുന്നത്, അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടോ തടസ്സങ്ങളുണ്ടോ, അത് ഇന്നേ നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ആ തടസ്സങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റും, നോക്കിക്കണ്ട് ചെയ്യാൻ പറ്റും. ഇൻറ്റിഗ്രേഷൻ, എല്ലാ കാര്യങ്ങളും പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് നമ്മൾ തീരുമാനിക്കുന്നത് കൊണ്ട്, അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അത് കോർത്തിണക്കി കൊണ്ടുപോകാൻ, എല്ലാ കാര്യങ്ങളും മാത്രമല്ല ആളുകളെയും ബാക്കിയുള്ള റിസോഴ്സുകളെല്ലാം മുൻകൂട്ടി കണ്ട് അത് വേണ്ട രീതിയിൽ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. കാരണം എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ. ഓക്കെ, അടുത്ത ടോപ്പിക് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് വേഴ്സസ് സ്ട്രാറ്റജിക് പ്ലാനിങ്. എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്? ഓക്കെ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് തന്ത്രപരമായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യുക, മാനേജ്മെന്റ് കാര്യങ്ങൾ തീരുമാനിക്കുക, തന്ത്രപരമായി തീരുമാനിക്കുക. പ്ലാനിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ തന്ത്രപരമായിട്ട് പ്ലാൻ ചെയ്യുക കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതെല്ലാം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന സ്ഥലത്ത് മറ്റു കാര്യങ്ങൾ പ്ലാനിങ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക് അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. തന്ത്രപരമായ മാനേജ്മെന്റിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഡിസ്ചാർജസ് ബോർഡ് റെസ്പോൺസിബിലിറ്റി. ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ആളുകൾ എന്തൊക്കെയാണ് തീരുമാനിക്കേണ്ടത് എന്ന് അവരുടെ തീരുമാനങ്ങൾ താഴേക്കിടയിലുള്ള മാനേജേഴ്സിലേക്ക് അറിയിച്ചു കൊടുക്കുക. ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ അവർ ഇരുന്ന് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നു. ബാക്കിയുള്ള മാനേജേഴ്സ് അതിനുവേണ്ട പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു, അത് നടപ്പിൽ വരുത്തുന്നു ഓൺ എ ഡേ ടു ഡേ ബേസിസ്. ഫോഴ്സസ് ആൻഡ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ്. ഒബ്ജക്റ്റീവ് കണ്ടു, ഒരു ഉദ്ദേശ ലക്ഷ്യം. മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാവും. ആ ഉദ്ദേശ ലക്ഷ്യം നടപ്പിൽ വരുത്താനുള്ള തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കൊണ്ട് നടപ്പിൽ വരുത്തുന്നത്. ഓക്കെ, അടുത്തത് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ ഡിസിഷൻ മേക്കിംഗ്. എങ്ങനെയൊക്കെയാണ് ഡിസിഷൻ എടുക്കേണ്ടത്, ആരൊക്കെയാണ് ഡിസിഷൻ എടുക്കുക, മേജർ ആയിട്ടുള്ള ഡിസിഷൻസ്. ഓക്കെ, ലോങ് ടേം ഡിസിഷൻ എടുക്കുന്ന ആരാണ്, ഷോർട്ട് ടേം ഡിസിഷൻ എടുക്കുന്ന ആരാണ്, ഡേ ടു ഡേ ഡിസിഷൻ ആരേതൊക്കെ മാനേജേഴ്സാണ് എടുക്കുന്നത് എന്ന് ഒരു എന്താ പറയുക, ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വെക്കും. അപ്പോൾ അതാത് കാര്യങ്ങൾ വരുമ്പോൾ അതാത് ആളുകളാണ് തീരുമാനിക്കുന്നത് അതിനെ പറ്റിയുള്ളത്. അതിനുള്ള റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും അതാത് മാനേജേഴ്സിന് കൊടുക്കുന്നു. സപ്പോർട്ട്സ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ബൈയിങ്. ഇതിന് പ്രോപ്പറായിട്ട് ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ അതിന് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ന തീരുമാനങ്ങൾ എടുത്തതെന്ന് മനസ്സിലാക്കുകയും അതാണ് ശരിയെന്ന് കണ്ട് മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയും ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനേബിൾസ് മെഷർമെന്റ് ഓഫ് പ്രോഗ്രസ്. എത്രമാത്രം പ്രോഗ്രസ് ഉണ്ടായി കാര്യങ്ങളിൽ, ഡേ ടു ഡേ കാര്യങ്ങളിൽ നമ്മുടെ ഉദ്ദേശത്തിലേക്ക് അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് അടുക്കും തോറും എത്രമാത്രം പ്രോഗ്രസ് ഉണ്ടായി എന്ന് നമുക്ക് മെഷർ ചെയ്യാനും പറ്റും, അളന്നു നോക്കാനും കൂടി നമുക്ക് പറ്റും. ഇനി എത്രത്തോളം കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു, ഇനി എത്രത്തോളം നടക്കാനുണ്ട്, അതിനു വേണ്ടി എന്തൊക്കെ റിസോഴ്സുകൾ വേണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടോ, ആ തടസ്സങ്ങളൊക്കെ എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി കണ്ട് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ മെഷർമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പ്രൊവൈഡ്സ് ആൻ ഓർഗനൈസേഷണൽ പെർസ്പെക്റ്റീവ്. എന്ത് കാര്യങ്ങൾ, എന്ത് പ്ലാൻ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചാലും അതിന് ഓർഗനൈസേഷൻ ലെവലിൽ നിന്ന് ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അതിന് തീരുമാനമെടുക്കുന്നത്, അഡ്വാൻസ് ആയിട്ട് തീരുമാനമെടുക്കുന്നത്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഇനി അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റും ഉണ്ട്. തന്ത്രപരമായ മാനേജ്മെൻറ്റിൽ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഫ്യൂച്ചർ ഡസൻ അൺഫോൾഡ് ആസ് ആൻറ്റിസിപ്പേറ്റഡ്. നമ്മളിപ്പോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ് ഫ്യൂച്ചറിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ആ ദിവസമോ ആ സമയമോ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുള്ളൂ നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ പറ്റുമോ, നടപ്പിൽ വരുത്താൻ പറ്റില്ല.
കാരണം ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് സംഭവിക്കുക, കാരണം ഗവൺമെന്റിന്റെ ഒരു പോളിസി ചേഞ്ചായി. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സംബന്ധിക്കുന്ന പ്രശ്നമാണ്. പുതിയ ഒരു അതോറിറ്റി അല്ലെങ്കിൽ സാങ്ഷനിങ് വേണം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ഒരു ലൈസൻസ് വേണം. നമ്മുടെ കയ്യിൽ ഇപ്പോഴില്ല. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നാണ് ഗവൺമെന്റ് റൂള്. പക്ഷെ ആ ഭാവിയിൽ ആ സമയത്ത് വന്നു കഴിയുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതിന് കുറെ 10 ദിവസമോ 15 ദിവസമോ ഡിലേ വരും. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചേഞ്ചസ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഫ്യൂച്ചർ ഡസൻ അൺഫോൾഡ് ആസ് ആൻറ്റിസിപ്പേറ്റഡ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഫ്യൂച്ചറിൽ കാര്യങ്ങൾ സാധിക്കണമെന്ന് ഇല്ല. എന്തൊക്കെ കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി എക്സ്പെൻസീവ്. കാരണം ദിവസങ്ങൾ കഴിയുന്നതോറും സാധനങ്ങളുടെയും ആളുകളുടെയൊക്കെ വില, അതായത് ശമ്പളം കൂടും, സാധനങ്ങളുടെ വില കൂടും, പൈസയുടെ മൂല്യം കുറയും, ഇൻഫ്ലേഷനൊക്കെ സംഭവിക്കാം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ എക്സ്പെൻസീവ് കാര്യം, ഓരോരോ കാര്യങ്ങൾ നടത്തി വരുമ്പോൾ ഓരോ കാര്യത്തിൻ്റെ എക്സ്പെൻസുകൾ കൂടാം ഫ്യൂച്ചറിൽ. 1 വർഷം 2 വർഷം 3 വർഷം കഴിയുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്പെൻസീവായിട്ട് വരാം. ഇപ്പോഴത്തെ കോസ്റ്റ് അല്ല, ഇപ്പോഴത്തെ ചിലവല്ല, ഭാവിയിൽ 1 വർഷം കഴിഞ്ഞാലോ 2 വർഷം കഴിഞ്ഞാലോ മുമ്പോട്ടോ പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്മൾ തീരുമാനിക്കുന്ന ഒരു 100 കോടി ബഡ്ജറ്റ് ഇട്ട് ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്ത് തീർന്നു കഴിയുമ്പോൾ അത് ചിലപ്പോൾ 150 കോടി ആയേക്കാം. അപ്പോൾ 50 കോടിയുടെ വ്യത്യാസം, അത്രയും എക്സ്പെൻസീവ് ആയി കഴിഞ്ഞു. ഓക്കെ, ലോങ് ടേം ബെനിഫിറ്റ് വേഴ്സസ് ഇമ്മീഡിയറ്റ് റിസൾട്ട്സ്. ചില കാര്യങ്ങൾക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് നടപ്പിൽ വരുത്താൻ പോണ കാര്യങ്ങൾക്ക് പല വർഷങ്ങൾ കഴിഞ്ഞാലേ അതിന് ഒരു റിസൾട്ട്സ് നമുക്ക് കണ്ടു തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ കിട്ടി തുടങ്ങുള്ളൂ. ചില കാര്യങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട്സ് ഉണ്ടാവാം, പക്ഷേ ചില കാര്യങ്ങൾക്ക് ലോങ് ടേം ആയിട്ട്, അതായത് 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം ചിലപ്പോൾ 10 വർഷം കഴിയുമ്പോഴേ അതിൻ്റെ റിസൾട്ട്സുകൾ പതുക്കെ നമുക്ക് ഓർഗനൈസേഷനിൽ കിട്ടിത്തുടങ്ങുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഉടനെ ആയിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ നടപ്പിൽ വരുത്തി ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട്സ് ഉണ്ടാവണം, എല്ലാത്തിനും കിട്ടണം, ബെനിഫിറ്റ് നമ്മുടെ കയ്യിലേക്ക് വരണം, മുടക്കിയ തുക അതിൻ്റെ ലാഭം കൂട്ടി കിട്ടണമെന്ന് വിചാരിച്ചാൽ നമ്മൾ നടന്നു വരില്ല. അടുത്തത് ഇംപേർഡ്സ് ഫ്ലെക്സിബിലിറ്റി. പ്ലാനിങ്ങിൽ പല രീതിയിലും ഫ്ലെക്സിബിൾ ആയിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഓക്കെ, അതായത് ഒരു കാര്യം നടന്നില്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് വേറെ എന്ത് കാര്യങ്ങൾ, ഒന്നോ അതിലധികമോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? കാരണം ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആ സാഹചര്യം വന്നു കഴിയുമ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം നടക്കില്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടന്നില്ലെങ്കിലോ അതിന് വേറെ എന്താണ് ഓപ്ഷൻസ് ഉള്ളതെന്ന് നമ്മൾ ഓൾറെഡി തീരുമാനിച്ച് വെക്കണം, അതിൽ കണ്ടു വെക്കണം. എന്നാൽ മാത്രമേ ആ സമയത്ത് അത് വേണ്ടി നമുക്ക് കാര്യങ്ങൾ നീക്കാൻ പറ്റുള്ളൂ അഡ്വാൻസ് ആയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് എന്ന് പറഞ്ഞ ലെസൺ 6 നമ്മൾ കവർ ചെയ്യുന്നത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്ലാനിങ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് ചോദിക്കാം. ഓക്കെ, വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ചോദിക്കാം. ഓക്കെ, ഇതിൽ എസ്ഐ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് വാട്ട് യു മീൻ ബൈ പ്ലാനിങ്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ഫംഗ്ഷൻ എന്ന് ചോദിക്കാം. വാട്ട് യു മീൻ ബൈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. വാട്ട് ഈസ് മെൻ ബൈ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് ചോദിക്കാം. വാട്ട് ഈസ് മെൻ ബൈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് ചോദിക്കാം. ഓക്കെ, എക്സ്പ്ലെയിൻ ദ പ്രൈമറി സ്റ്റെപ്പ് ഇൻ പ്ലാനിങ് പ്രോസസ് എന്ന് ചോദിക്കാം. അങ്ങനെ പല പല ക്വസ്റ്റ്യനും ഇതിൽ നിന്ന് ഉണ്ടാവാം. ഇതിൻ്റെ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, എത്രമാത്രമാണ് ക്വസ്റ്റ്യന് മാർക്ക് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ കൂടുതലോ കുറവോ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.